ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ജാതി, അതുപോലെ തന്നെ നാളികേരം, കവുങ്ങ്, വാഴ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൃഷിത്തോട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ കൃഷി ചെയ്യുന്നത് ഇവിടെ മാത്യു എന്ന് പറഞ്ഞ നമ്മുടെ സാറാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിക്കാം ഇവിടെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാറ് നമസ്കാരം. നമസ്കാരം. അപ്പോൾ സാറ് ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ നിലവിൽ ഇവിടെ ചെയ്യുന്നത് ജാതി കൃഷിയാണ് മെയിനായിട്ട്. പിന്നെ കവുങ്ങുണ്ടായിരുന്നു. കവുങ്ങിന് കേടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ കേടനുസരിച്ചിട്ട് ജാതി ചുറ്റോറും തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യും. വാഴയുണ്ട് കൃഷിയായിട്ട്. ഒരു ഗ്യാപ്പൊന്നുമില്ലാതെ എല്ലാ തരം കൃഷികളും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എത്ര നാളെ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് സാറ്? ഞാൻ മിലിറ്ററിയിലായിരുന്നു ഒരു 20 വർഷക്കാലം. മിലിറ്ററിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ കൃഷിയോടും മണ്ണിനോടും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 10-70 സെന്റ് സ്ഥലം പെൻഷനായി വരുന്ന സമയത്ത് വാങ്ങി. പിന്നെ ഞാൻ അതിനകത്ത് വെള്ള സൗകര്യമുള്ള സ്ഥലം നോക്കി. ആദ്യം ഒരു 10 വർഷം കൊള്ളി കൃഷി ചെയ്തു. അത് നല്ല വിളവ് കിട്ടിയായിരുന്നു. എനിക്ക് ഏകദേശം ഒരു വർഷം 1 ലക്ഷം രൂപയോളം കിട്ടുമായിരുന്നു. പിന്നീട് ഈ കാട്ടുപന്നിയുടെ ശല്യമൊക്കെ കൂടുതലായി തുടങ്ങിയപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് പിന്നെ കവുങ്ങ് വെച്ചു. കവുങ്ങ് വെച്ച ഒരുമാതിരി വിളവായി തുടങ്ങിയപ്പോഴത്തേക്കും മഞ്ഞളിപ്പ് രോഗവും കൂമ്പുചീലും വന്നു തുടങ്ങി. അത് മാറി കഴിഞ്ഞപ്പോൾ അത് കണ്ട് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ ജാതി കൃഷിയിലേക്ക് ഇറങ്ങി. വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ജാതി കൃഷിക്ക് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളം ചെയ്ത് ഒരു പ്രാവശ്യം എന്തെങ്കിലും ചാണകമൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞ് പിന്നെ കാച്ച് കഴിയുമ്പോൾ പറക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ മൂക്കണനുസരിച്ച് പൊട്ടിച്ചെടുത്താൽ മതി. വേറെ പിന്നെ അത് ഉണക്കിയെടുക്കണം. എന്നിട്ട് ജാതിപത്രി കായൊക്കെ ഉണങ്ങുന്നതിനനുസരിച്ച് കൊണ്ടു കൊടുത്താൽ മതി. പിന്നെ മറ്റ് ഇടകൃഷിയായിട്ട് എല്ലാ തരം കൃഷികളും ചെയ്തിട്ടുണ്ട്. വേപ്പുണ്ട്, മാവുണ്ട്, അതുപോലെ ഓമയുണ്ട്, അതുപോലെ സൈഡിൽ കൂടെ തേക്കും തൈ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടകൃഷിയായിട്ട് പാളയംകുടം വാഴയുണ്ട്. അത് ഒരു ചിലവില്ലാതെ കിട്ടുന്നതാണ്. ചില സമയത്ത് വിലക്കുറവുണ്ടെന്ന് മാത്രം. എന്നാൽ ഏറ്റവും ലാഭം ഞാൻ നോക്കിയിട്ട് പാളയംകുടം കൃഷിയെ കൊണ്ട് കൊടുത്താൽ മാത്രം മതി. ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ 3-4 നമുക്ക് അതിൽ നിന്ന് വെട്ടാൻ പറ്റും. ഇങ്ങനെയൊക്കെ പോകുന്നു. ഇത്രയധികം കൃഷികളാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ. അപ്പൊ മെയിനായിട്ടും നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയിൽ ഇപ്പോ ജാതിക്ക് കവുങ്ങ്, ജാതി, തെങ്ങ് ഇത് 3ഉം ബറാബർ നടക്കുന്നുണ്ട്. ജാതി തയ്യായ കാരണം വരുമാനം കുറവാണ്. എന്നാലും കഴിഞ്ഞ വർഷം ഒരു 10-20,000 ഉൾപ്പെടെ കിട്ടി. ഇത് എനിക്ക് തോന്നുന്നു ഒരു 10-50 വർഷക്കാലം നിൽക്കും നല്ല ജാതിയാണെങ്കിൽ. ജാതിയിൽ പിന്നെ ഒരു ആവറേജ് നല്ല രീതിയിൽ കായ്ക്കുള്ളൂ. നമ്മളൊരു 10 തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 എണ്ണ നല്ല വിളവുണ്ടാവുള്ളൂ. ബാക്കി ഒറ്റയും പെട്ടയൊക്കെയായിട്ട് കായ്ക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ വലിയ കേടൊന്നുമില്ല അധികം. പിന്നെ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ഉണക്ക് വരാതെ നോക്കണം. പിന്നെ അതിൽ കാര്യമായിട്ട് നോക്കാനൊന്നുമില്ല. പറക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. മൂത്ത് പൊട്ടണനുസരിച്ചിട്ട് നമ്മൾ പറക്കിയെടുക്കണം. മന്നും പോയി ഏകദേശം ഒരു 8 മാസക്കാലം വർഷത്തിൽ ഇതിന്റെ വിളവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ എത്ര ജാതി ഉണ്ടാവും? ഏകദേശം ഒരു 50 തൈ 60 തൈയോളം ഉണ്ട്. 50-60 തൈ ഉണ്ടല്ലേ? അതുപോലെ തന്നെ നാടൻ ജാതിയുണ്ട്, ഹൈബ്രിഡ് ആയിട്ട് ബെഡ് തൈയും ഉണ്ട്. ആദ്യം നാടൻ ഞാൻ വെച്ചിട്ട് ഇതില് ആണും പെണ്ണും ഉണ്ട്. അതില് കായ്ക്കേണ്ടത് നിർത്തിയിട്ട് ബാക്കി വെട്ടിക്കളയ ചെയ്ത്. അത് പക്ഷെ നല്ല വിളവാണ്. തൈ ചെറുതാണല്ല, കായ ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല വിളവുണ്ട്. അത് ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഉള്ളതൊക്കെ ഹൈബ്രിഡ് ബെഡ് തൈ വെച്ചിരിക്കുന്നതാണ്. ഹൈബ്രിഡ് ആണല്ലേ? ഈ ജാതി വന്നിട്ട് ഗ്രാഫാണ്. ഇതിലെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേപ്പിട്ട് അധികം പൊന്തി പോകില്ല, പടർന്നു കിടക്കുള്ളൂ. പക്ഷെ വിളവ് നന്നായിട്ടുണ്ട്, വലിപ്പം കൂടുതലുണ്ട്. ഹൈറ്റ് പോകത്തില്ല, ഹൈറ്റ് അധികം പോകില്ല. പിന്നെ താഴോട്ട് ഇങ്ങനെ പടർന്നു വരിക. അടിയിലാണ് ഇതിന്റെ കൂടുതലും ജാതി. ഗ്രാഫ് തയ്യാവുമ്പോ മുകളിലേക്ക് പോകല് കുറവാ. അതാണ് ഈ ഗ്രാഫിന്റെ ഒരു പ്രശ്നം. ഗ്രാഫ് ചെയ്ത തയ്യ് അത് ഈ കൃഷി ഓഫീസറുടെ നഴ്സറിയുടെ ഇത് നടന്ന സമയത്ത് ഞാൻ പോയി വാങ്ങിയതാ. ഇത് ഞങ്ങള് ഈ ബ്ലോക്ക് മുഖേന ഞങ്ങളുടെ ഒരു സൊസൈറ്റി ഉണ്ട്. അവിടെ എല്ലാ വർഷവും ഇവിടെ ഈ നഴ്സറിയുടെ ഈ വർഷക്കാലത്ത് ഇതിന്റെ കൃഷിയുടെ തൈകൾ വിൽക്കും. അന്നേരം വാങ്ങിക്കൊണ്ടെന്ന് വെച്ചത്. ഇതിലൊരുപാട് ഇതുണ്ടല്ലേ ജാതി? ഇത് നല്ല വിളവുള്ളതാണ്. പക്ഷെ ഇതാണ് സംഭവം. ഇത് വലിയ മരമായിട്ട് മേപ്പിട്ട് പൊന്തി പോകാൻ ടൈം എടുക്കും. മേപ്പിട്ട് പൊന്തില്ല, പക്ഷെ ഇത് നല്ല പടർന്ന് കിടക്കും. വിളവ് നന്നായിട്ടുണ്ട്, വലിയ കായാണ്. ഇതിന്റെ ശരിക്കും തൊണ്ടും നല്ല അച്ചാറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം വലിയ തൊണ്ടാ. അതെ, വലിയ തൊണ്ടാ. ഇടവിളയായിട്ട് ഇതിന് ഞാൻ ഈ പാളയംകുടം വെക്കും. അതെനിക്ക് നല്ല വരുമാനമായിട്ട് തോന്നുന്നുണ്ട്. അത് കാരണം അത് വളമുള്ള ഭൂമിയായ കാരണം ഇഷ്ടംപോലെ വെട്ടാൻ പറ്റും. പാളയംകുടൻ പൂവിനൊക്കെയാണ് അധികം വെച്ചിരിക്കുന്നത്. അതിൽ
ചെലവൊന്നുമില്ല നമുക്ക്. മാർക്കറ്റിംഗ് എളുപ്പമാണെങ്കിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മെച്ചമാണ് ഇത്. കായ അല്ലെ? കായ. പിന്നെ കായ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ അരിനെല്ലി എല്ലാം വെച്ചിട്ടുണ്ട്. അരിനെല്ലി ഉണ്ട്, പുളിയുണ്ട്. ഏകദേശം വെക്കാവുന്ന കൃഷികളൊക്കെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു ഇഞ്ച് ക്യാപ്പ് ഇല്ലാത്ത രീതിയിൽ എല്ലാ കൃഷിയും ചെയ്തിട്ടുണ്ട്. വെള്ള സൗകര്യം ഉള്ളതാണ് ഏറ്റവും ഭയങ്കര ഭാഗ്യം. പരീക്ഷണാർത്ഥം ഞാൻ അവിടെ ഒരു 3-4 തേക്കും തൈയും വെച്ചിട്ടുണ്ട്. അത് നല്ല ഹൈറ്റ് പോയിട്ടുണ്ട്. വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല, അതാണ് ഇവിടെ. വെള്ളം വേണം, വെള്ളം സമൃദ്ധിയായിട്ട് വേണം. അതൊരു ഭയങ്കര പ്ലസ് പോയിന്റാ. അതാണ് ഇവിടുത്തെ. പിന്നെ നമ്മള് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സും വേണം, എന്നാലേ നമ്മൾ കൃഷി വിജയിക്കുള്ളൂ. എല്ലാം ഞാൻ ഒറ്റയ്ക്കാ, ഒരു പണിക്കൂലിയോ ഒന്നുമില്ല. ഈ 10 വർഷം ഞാൻ കൊള്ളി നട്ടു എന്ന് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാ ശരിക്കും കൃഷി. ഉച്ചവരെ 20 വർഷത്തെ മിലിറ്ററി ജീവിതത്തിന് ശേഷം അല്ല, നമ്മള് എൻജോയ് ചെയ്ത് ചെയ്യാണ്, നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്നു. നമുക്ക് അത്രയും മണ്ണ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനോട് താല്പര്യം തോന്നി. വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറി സാധനങ്ങളൊക്കെ നട്ടുണ്ടാക്കും സമയങ്ങളിൽ. അതുപോലെ വീട്ടിലെ നേരം വെളുത്ത് നമ്മൾ പാടത്ത് വന്നു, ഇതുപോലെ കൃഷിയൊക്കെ ചെയ്തു. തെങ്ങിനാണെങ്കിലും ദൈവാനുഗ്രഹിച്ച് നല്ല വിളവുണ്ടാവുമായിരുന്നു. പിന്നെ വളമൊക്കെ ചെയ്ത് നോക്കി രക്ഷപ്പെട്ട കുഴപ്പമൊന്നുമില്ല. പക്ഷെ സൗകര്യമുള്ള ഭൂമി കിട്ടണം, പിന്നെ ചെയ്യാനുള്ളൊരു മനസ്സും വേണം. പിന്നെ ഈ കുരുമുളക് ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. കേടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ വർഷം എനിക്ക് ഏകദേശം ഒരു 70,000 ഉൾപ്പെടെ കുരുമുളക് കിട്ടിയല്ലേ? അത് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. കുരുമുളക്, ജാതി, തെങ്ങ്, കവുങ്ങ്, അതുപോലെ മാവ്, സൈഡിൽ കൂടെ ഉള്ള വാഴകള്, നേന്ത്രവാഴ കൃഷി ഞാൻ ഇഷ്ടംപോലെ ചെയ്തതാവും. 30 കിലോക്ക് വരുമായിരുന്നു ഒരു കൊല. പിന്നെ ഈ കാനലൊക്കെ ആയി, തെങ്ങൊക്കെ വെച്ച് വെയിലടിക്കുന്ന സ്ഥലം ഇല്ലാതെ വന്നപ്പോൾ ആ കൃഷി നിർത്തിയതാണ്. എത്രയധികം കൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം സാർ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്? ഒറ്റയ്ക്ക് നമ്മള് വന്നും പോയി ഒറ്റയടിക്ക് ചെയ്യണ്ടല്ലോ. അപ്പൊ നാടൻ ജാതിയാണ്, അത് കണ്ടോളൂ. നാടൻ ജാതി വിളവ് നന്നായിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് അത്ര നഷ്ടമൊന്നുമില്ല നാടൻ ജാതി. കാരണം അതില് നല്ല വിളവുണ്ടാവും. നമ്മൾ വിചാരിച്ച വേണ്ട, താഴെ ഇന്നലെ പറക്കിയതാ, ഇന്നിപ്പോ പറക്കുകയാണെങ്കിൽ തന്നെ 2 കിലോന്റെ അടുത്ത് ജാതിക്ക് കിട്ടും. സാർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇത് നല്ല വിളവുള്ളതാ, നാടൻ ജാതി തയ്യാ. അത് വിളവ് നന്നായിട്ടുണ്ടാവും. ചെറിയ കായാന്നുള്ളൂ. പക്ഷെ ഇത് അന്നന്ന് പറക്കി ഇതിന്റെ പത്രി വേർതിരിച്ച്, കായും വേർതിരിച്ച് ഉണക്കിയെടുക്കണം. ഞാനിപ്പോ ഈ ഡെൽമാർക്കിന്റെ ഈ ഡ്രയർ വാങ്ങാൻ കാരണം തന്നെ ഇത് ഉണക്കിയെടുക്കാനുള്ള സൗകര്യത്തിനാണ്. ഇതിങ്ങനെ ഒരു ദിവസം ഇത്രയും വീഴും. വീഴാതെ തന്നെ പറക്കിയെടുക്കണ. ഇത് നാടനായതുകൊണ്ട് മുകളിൽ നിന്ന് പറിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ അന്നന്ന് പറക്കി കൊണ്ടുവന്നിട്ടാണ് ഈ ഡ്രയറിലിട്ട് ഉണക്കിയെടുക്കുന്നത്. ഇവിടെ കുറെ ഇതുപോലെ വീണ് കിടക്കുന്നുണ്ട് അല്ലേ? ഇത് മഴ കാരണം പറക്കം ലേറ്റായി. ഇനിയിപ്പോ ഇത് പറക്കി പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഇതിന്റെ പത്രി സെപ്പറേറ്റ് ഡെൽമാർക്കിന്റെ ഡ്രയർ വാങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ ഉണക്കിയെടുക്കണം. അത് കായ വേറെ, പൂ വേറെ ഉണക്കി. ഇന്ന് പറക്കിയില്ലെങ്കിൽ നാളത്തേക്ക് ഇത് കേടുവരും. കാരണം അന്ന് ഉണക്കിയില്ലെങ്കിൽ ഇത് ഉണക്കിയില്ലെങ്കിൽ കേടായി. പിന്നെ ഇതില് മറ്റേ ജാതിയേക്കായാലും കൂടുതൽ വിളവുണ്ടാവും. മറ്റേതിപ്പോ ഇത് 2 കായ്ക്ക് മറ്റേതൊരു കായ. പക്ഷെ എന്നാലും ഞാൻ നോക്കിയിട്ട് നഷ്ടവും തോന്നണില്ല. ഇഷ്ടംപോലെ വിളവുണ്ടാവുകയാണെങ്കിൽ ഇതും കുഴപ്പമില്ല. അപ്പൊ ഈ ഡ്രയർ വീട്ടിലായിരിക്കുന്നത്. വീട്ടിൽ ഇപ്പൊ ജാതി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറക്കിയതൊക്കെ. ഇന്നലത്തേക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് ഡ്രയർ ഒന്ന് കാണാൻ പറ്റുമോ? പോവാം. അപ്പൊ നേരെ നമുക്ക് സാറിന്റെ വീട്ടിൽ പോയിട്ട് ഡ്രയറും അതിൽ ഉണക്കുന്ന ജാതിപത്രി ജാതിക്കായൊക്കെ നോക്കാം. സാർ ഇപ്പൊ ഇവിടെയാണല്ലേ ഡ്രയർ വരുന്നത്? അതെ, ഇത് എന്റെ ഡ്രയർ. അപ്പോ ഓണാണ്. ഇപ്പൊ എന്തോ ഉണക്കായിട്ടുണ്ടല്ലേ? അതെ, ഞാൻ അതില് ജാതി പത്രി ഉണ്ട്, ജാതിക്കയുണ്ട്. ഇന്നലെ പറക്കിയത് ഇതിലിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുക. മഴയല്ലേ കണ്ടിന്യൂസ്. നമുക്ക് തുറന്നു നോക്കാം അല്ലെ? തുറന്നു നോക്കാം. ഇതേപോലെ ജാതിക്കായും ജാതിപത്രിയും സാർ ഉണക്കട്ടേക്കാണ്. 5 ട്രേന്റെ ഡ്രയറാണ് സാർ എടുത്തിരിക്കുന്നത്. ഉണക്കായോ ഇത് കംപ്ലീറ്റ്? കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. ജാതിപത്രി ഏകദേശം ഉണക്കായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജാതിക്ക കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. ജാതിക്ക കുറച്ചും കൂടി ഒന്ന് ഉണങ്ങാനുണ്ട്. ജാതിപത്രി ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്.
എന്നാലും മഴക്കാലമായ കാരണം ഈ പൂപ്പിൽ കയറാതിരിക്കണേ ഉണങ്ങിയിട്ട് നന്നായി ഉണക്കാവണം. എന്നിട്ട് കെട്ടി വെക്കണം. അപ്പൊ ഇതിൽ സാർ എടുത്തിരിക്കുന്നത് 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് എടുത്തിരിക്കുന്നത്. രണ്ടെണ്ണം. അതിന് വില കൂടുതലാണ്, മറ്റു കുറച്ച് റേറ്റ് കുറവുണ്ട്. അപ്പോൾ എല്ലാം എടുക്കാൻ താങ്ങില്ല. ഇച്ചിരി വെയിറ്റ് ഉള്ള സാധനമൊക്കെ ഈ സ്റ്റീലിന്റെ അടുത്ത് സ്റ്റീലിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണക്കുകയാണെങ്കിൽ ജാതിപത്രി നാളികേരൊക്കെ ഉണക്കാനായിട്ട് നമുക്ക് ഇതേപോലുള്ള ഇത് മതി നോർമൽ ട്രേസ് മതി. ഞാൻ 100 തേങ്ങയോളം ഉണക്കിയതാ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ട്രേസ് ആണ്, GA ട്രേ ആണ് വരിക. ഇതിൽ നമുക്ക് അലുമിനിയം GA ഷീറ്റ് ആണ് വരിക. ഇതിൽ നമുക്ക് ജാതിക്ക, നാളികേരം അങ്ങനെ വാട്ടർ കണ്ടന്റ് കുറവുള്ള ഐറ്റംസ് ഉണക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഫുഡ് ഐറ്റംസ്, ഇപ്പോൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനം നമ്മുടെ ഈ മെഷീനിൽ ഉണക്കാനായിട്ട് പറ്റും. നമുക്ക് അങ്ങനെ ഉണക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് എടുക്കണം. ഇത് വരുന്നത് 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സംഭവം ഉണക്കാനായിട്ട് പറ്റും. ജാതിക്ക, ജാതിപത്രി, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ് അങ്ങനെ എന്ത് സാധനം ഉണക്കാനായിട്ട് പറ്റും. 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരിക. ഇതേപോലെ രണ്ട് ടൈപ്പ് ട്രേസ് ആണ് നമ്മൾ മെഷീൻസിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പല മെറ്റീരിയൽ മെഷീൻസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഔട്ടർ ബോഡി വരുന്നത് ഹൈലം ഷീറ്റ് ആണ് മെഷീന്റെ. ഇതിപ്പോൾ 5 ട്രാൻ്റെ മെഷീനാണ് സാർ എടുത്തിരിക്കുന്നത്. സാർ ഇപ്പൊ ഇതിന്റെ ചെറുതും വലുതൊക്കെ മെഷീൻസ് നോക്കിയിരുന്നോ വന്നപ്പോ? നോക്കിയിരുന്നു. എനിക്ക് റേറ്റ് കൂടുതലായതുകൊണ്ട് പിന്നെ ഇത് മതി. ഇതിന് തന്നെ എനിക്ക് അത്ര അധികം ആയിട്ടില്ല. ജാതി തന്നെ ചെറിയ തൈക്കളല്ലേ സാറിന്. അപ്പൊ ഈ 5 ട്രാൻ്റെ ഉപയോഗം വരുന്നുള്ളൂ സാറിന്? അത്രേ വരുന്നുള്ളൂ. അതുകൊണ്ട് സാർ 5 ട്രാൻഡാണ് എടുത്തത്. അപ്പൊ നമ്മുടെ കമ്പനി ഇതുപോലുള്ള 3 ട്രേസ് ഉള്ള മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3 ട്രേ, 5 ട്രേ, 7, 10, 14, 20, 30, 50 കസ്റ്റമറുടെ ആവശ്യപ്രകാരം എത്ര ട്രേസിൽ ഡ്രൈവർ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റും. അതും പല മെറ്റീരിയൽ നമ്മൾ മെഷീൻസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഔട്ടർ ബോഡി വരുന്നത് ഹൈലം ഷീറ്റ് ആണ് വരുന്നത്. ഇതിപ്പോൾ ഔട്ടർ ബോഡി വരുന്നത് ഹൈലം ഷീറ്റ് ആണ്. ഇതാണ് നമ്മൾ ഇരുമ്പിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മെഷീൻ ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യുന്നുണ്ട്. പല മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ മെഷീൻസ് ചെയ്യുന്നുണ്ട്. ഇത് 5 ട്രാൻ്റെ മെഷീനാണ് സാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെഷീൻ്റെ സൈസ് വരാം. നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ തന്നെയാണ്. ഇതിൻ്റെ ചെറുതും ഉണ്ട്. വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാനായിട്ട് 3 ട്രാൻ്റെ മെഷീൻ വരുന്നുണ്ട്. 3, 5 നമുക്ക് അതുപോലെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ അതിന് നമ്മുടെ കമ്പനി മെഷീൻസ് ചെയ്യുന്നുണ്ട്. വലിയ മെഷീൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ മെഷീൻസും ഓൾ ഓവർ ഇന്ത്യ സപ്ലൈയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഇതെല്ലാം തന്നെ അയച്ചു തരാനായിട്ട് പറ്റുന്നതാണ്. സാറിപ്പോ എന്തൊക്കെ ഉണക്കി നമ്മുടെ മെഷീനിൽ? ഞാൻ ആ കൊണ്ടുവന്ന സമയത്ത് ഒരു വട്ടം നാളികേരം ഉണക്കി. ഏകദേശം 100 തേങ്ങയോളം ഉണക്കിയെടുക്കാൻ പറ്റി. ഒരേ സമയം ഉണക്കിയെടുക്കാൻ പറ്റും? ഒരേ സമയം ഉണക്കിയെടുക്കാൻ പറ്റും. 100 കൂടുതൽ പറ്റില്ല. 100 സാർ ഇതിൽ ഉണക്കിയത്. അത് എത്ര സമയം എടുത്തു നാളികേരം ഫുൾ ആയിട്ട്? ഒരു ഏകദേശം കേട് തീർന്ന് കിട്ടിയിട്ട് പിന്നെ ഞാൻ പുറത്ത് സമയം കിട്ടുമ്പോൾ ഉണക്ക് ചെയ്ത്. അപ്പോൾ ഒരു 2 പ്രാവശ്യം വെച്ചപ്പോൾ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഓൺ ചെയ്യും, രാവിലെ ഓഫ് ചെയ്യും. അങ്ങനെയാണ് ഉണക്കിയത്? കണ്ടിന്യൂസ് ആയിട്ട് ഉണക്കിയില്ല? കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ടൈം ഇട്ടില്ല. വെയിലുള്ള ദിവസമായിരുന്നു അല്ലേ? വെയിലുള്ള ദിവസം രാത്രിയിൽ നമ്മളെ വെയിലത്തുനിന്ന് പറക്കിയിട്ടിട്ട് ഇതിനകത്തിട്ട് ഓൺ ചെയ്തിട്ട് ഇടും. പിറ്റേ ദിവസത്തേക്ക് ഏകദേശം നന്നായിട്ട് ഉണങ്ങി കുത്താവുന്ന രീതിയിൽ സൗകര്യമാകും. അങ്ങനെ ഉണക്കിയതല്ലേ? പിന്നെ എന്തൊക്കെ ഉണക്കിയത്? പിന്നെ ജാതി മഴക്കാലമായി കഴിഞ്ഞാൽ ജാതിക്കയുടെ പൂവും അതും ഇതൊക്കെ കൊണ്ടുവരുന്നത് ഉണക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത് നല്ല സൗകര്യമാണ് ഇതിനകത്ത് വെച്ച് ഉണക്കാൻ. ഇപ്പൊ സ്ഥിരം ഇപ്പോഴത്തെ സീസൺ ജാതി അതിന്റെ പത്രയും അതിന്റെ കായും ഉണക്കിയെടുക്കാനുള്ള അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത്. മഴ ഉള്ള സമയത്ത് അല്ല സമയത്ത് വെയിലത്തിട്ട് ഉണക്കും. ഇനിയിപ്പോ മഴയുടെ സീസൺ. മഴയാവുമ്പോ എനിക്ക് എങ്ങനെയാ വെച്ചാൽ നാളികേരം ഇതുപോലെ 1-2 വട്ടം വെച്ചിട്ട് ഇങ്ങനെ കേടുവന്ന് പോയപ്പോ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ആശയം ഉദിക്കുക ചെയ്തേ. എന്തായാലും ഇടയ്ക്കൊക്കെ നാളികേരവും ജാതിക്ക് എന്തായാലും ഉണക്കേണ്ടി വരും. ഭാവിയിലേക്ക് ആവശ്യം വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പോയി വാങ്ങുക. ഇതിപ്പോ എത്ര നാളായി മെഷീൻ എടുത്തിട്ട്? ഇത് 1 വർഷം കഴിയും. 1 വർഷം കഴിഞ്ഞു എടുത്തിട്ട്. മെഷീന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇതുവരെ ദൈവാനുഗ്രഹിച്ച ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പിന്നെ ആവശ്യമുള്ള സമയത്തല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. സാറിപ്പോ നമ്മുടെ മെഷീൻ എടുത്തിട്ട് 1 വർഷമായി. അപ്പൊ എത്ര രൂപയ്ക്കാണ് സാർ മെഷീൻ എടുത്തിട്ടുണ്ടായിരുന്നത്? അന്ന് ഞാനത് 38,000. 38,000 ഏകദേശം ആ ഒരു റേഞ്ചിലാണ് മെഷീൻ എടുത്തിട്ടുള്ളത് 1 വർഷം മുമ്പ്. അതില് 2 ട്രേ സ്റ്റീലിന്റെയും ബാക്കി GA-യുടെയാണ് എടുത്തിരിക്കുന്നത് സാർ. കസ്റ്റമൈസ് ചെയ്തിട്ടാണ് സാർ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫുള്ള് GA-യിൽ എടുക്കാം, വേണമെങ്കിൽ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കാം. അതൊക്കെ കസ്റ്റമറുടെ റിക്വയർമെന്റ് ആണ്. സാറ് 2 ട്രേ സ്റ്റെയിൻലെസ് സ്റ്റീലും 3 ട്രേ GA ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 38,000 രൂപയാണ് മെഷീന്റെ വില വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ മെഷീൻ വെച്ചപ്പോ കൂടുതൽ കറണ്ട് ചാർജ് ആകുക അങ്ങനെ എന്തെങ്കിലും? അത്ര ഓവറായിട്ട് വരുന്നില്ല. അതിനിങ്ങനെ ഇത് മെഷീന്റെ കൺട്രോൾ അങ്ങനെ എല്ലാം ഇലക്ട്രോണിക്സ് അല്ലേ, ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് പ്രശ്നങ്ങളില്ല അധികം. അപ്പൊ ഇതിന്റെ പവർ കൺസംഷൻ വരുന്നത് ഈ മെഷീനാണെങ്കിൽ നമുക്കൊരു 830 വാട്ട്സ് ആണ് വരിക. നമ്മുടെ പവർ കൺസംഷൻ വരിക. അതിൽ ഓട്ടോ കട്ട് ഓഫ് ഉണ്ട് മെഷീൻ. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമുക്ക് സാറിപ്പോൾ ഇതിൽ 55 ഡിഗ്രിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 55 ഡിഗ്രി ആകുമ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റർ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയിക്കോളും. പിന്നെ 55 ഡിഗ്രി ഉള്ളിൽ കുറയുമ്പോഴാണ് വിൻഡ് ഓണായി പ്രവർത്തിക്കാം.
അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പവർ സേവിങ് നമുക്ക് വരും. അപ്പോൾ അതാണ് മെഷീൻ്റെ, ഇതാണ് മെഷീൻ്റെ മീറ്റർ പാനൽ വരുന്നത്. വളരെ സിമ്പിളാണ്, ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതാണ് മെഷീൻ വരുന്നത്. അപ്പൊ സാറിന് മെഷീനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതുവരെ കുഴപ്പമൊന്നും കണ്ടില്ല ഞാൻ. ഇത്രയും ഒരു കൊല്ലം സാറ് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിച്ചു. സാറിന്റെ ഭാഗത്ത് നല്ല സാറ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ മെഷീന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ പച്ചക്കറികൾ, പഴങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ജാതിക്ക്, ജാതിപത്രി, അതുപോലെ നാളികേരം മാത്രമല്ല, പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, മുളക്, മല്ലി, അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിൽ നമുക്ക് ഇത് അയച്ചു തരാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ.